കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധിച്ച് എസ്എഫ്ഐ അവിടെ ഇപ്പോൾ ഉപരോധിച്ച എസ്എഫ്ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവർത്തകരെ കയറ്റിയ ബസ് പുറത്തുവിടില്ല എന്ന് എസ്എഫ്ഐ പ്രവർത്തകർ പറയുന്നു. സർവകലാശാല ഗേറ്റ് ഉപരോധിച്ചിരിക്കുകയാണ്. ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് മുൻപിൽ നമുക്ക് തിരുവനന്തപുരത്ത് പാളയത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലീസ് ജീപ്പൊക്കെ അങ്ങോട്ടേക്ക് വന്ന് പോലീസ് വാഹനം അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതടക്കം നമുക്ക് കാണാൻ കഴിയും. മനസ, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഈ പ്രവർത്തകരുമായി പോകുന്ന ബസ് പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിൽ എസ്എഫ്ഐ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ എത്തുന്നു. എന്താണിപ്പോൾ സർവകലാശാലയിലെ സാഹചര്യം? മനു, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ അനിശ്ചിതകാല സമരം തുടരുകയായിരുന്നു എസ്എഫ്ഐ കേരള സർവകലാശാല കവാടത്തിന് മുന്നിൽ. അതിനിടെയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. സംഘർഷത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് നീക്കി മാറ്റുന്നതിനിടെയായിരുന്നു പ്രവർത്തകർ ഇത്തരത്തിൽ ന്യായമായ കാര്യത്തിലാണ് തങ്ങൾ സമരം നടത്തുന്നതെന്നും അനിശ്ചിതകാല സമരം നടത്തുന്നതിനിടെ സംഘർഷമുണ്ടാകുന്നതിനെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് പോലീസ്. ബാക്കിയുള്ള പ്രവർത്തകർ വീണ്ടും കവാടത്തിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് ഉണ്ട്. ഉപരോധം തുടരുകയാണ്. എസ്ഐ പ്രസിഡന്റ് ആർഷു അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയായിരുന്നു പ്രവർത്തകരുടെ പ്രതികരണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ കേരള DC സ്വീകരിക്കുന്ന നിലപാട് കോളേജ് സർവകലാശാലയിൽ തന്നെ ഒന്നടങ്കം പ്രവർത്തനമില്ലാതെയാകുന്ന ഒരു അവസ്ഥ, കാര്യങ്ങളും വിദ്യാർത്ഥികളെ അടക്കം കാര്യങ്ങൾ ആകുന്ന അവസ്ഥ, ഇതൊക്കെയായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ഒപ്പം തന്നെ ചാൻസലർ മോഹനൻ ചൂണ്ടിക്കാട്ടിയായിരുന്നു എസ്ഐ അനിശ്ചിതകാല സമരം ചെയ്യുന്നത്. നിലവിൽ രാവിലെ ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ തുടർന്ന് VC-ക്കെതിരെ ബാനർ ഉയർത്തിയിരുന്നു എസ്എഫ്ഐ. VC-യെ കാണാനില്ല എന്ന് എഴുത്തുമായുള്ള ബാനറായിരുന്നു പ്രവർത്തകർ ഉയർത്തിയത്. നിലവിൽ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തകർ ഇപ്പോഴും വലിയ തോതിൽ വിദ്യാർത്ഥികൾ സർവകലാശാല ക്യാമ്പസ് ഉപരോധിച്ച് അവിടെ കൂടി നിൽക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായും അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പ്രവർത്തകരൊഴിച്ച് ബാക്കിയുള്ള എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും കവാടത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. അനിശ്ചിതകാല സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 13ാമത്തെ ദിവസമാണ്. ഈ കാര്യങ്ങളിൽ ഒരു മറുപടി പറയാതെ VC ഇതുവരെയും തന്നെ കോളേജ് സർവകലാശാലയിൽ എത്താത്ത ഒരു സ്ഥിതിയും കൂടി തുടർച്ച ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള സമരം തുടരുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് എസ്എഫ്ഐയുടെ തീരുമാനം. വലിയ പോലീസ് സന്നാഹമാണല്ലോ ഇപ്പോൾ സർവകലാശാലയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മാനസ, തീർച്ചയായും വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ സംഘർഷ അവസ്ഥ വരെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ സമാധാന സമരമായിരുന്നു യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഉപരോധം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് രംഗത്തെത്തുന്നതും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയതും. അതിനിടയിലാണ് വിദ്യാർത്ഥികളെ, ഈ പ്രവർത്തകരെ ഒന്നടങ്കം തന്നെ വലിച്ചിഴച്ച് പോലീസ് ബസ്സിലേക്ക് കയറ്റി മാറ്റാനുള്ള അല്ലെങ്കിൽ നീക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. അതിനെതിരെയാണ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ തങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളും രംഗത്തെത്തുകയായിരുന്നു. കോളേജ് കവാടത്തിന് മുന്നിലും ഒപ്പം തന്നെ തുടർന്ന് ഇത്തരത്തിൽ കോളേജ് ഗേറ്റിന് മുന്നിലും ഉപരോധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയായിരുന്നു. ശേഷം കുറച്ച് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉപരോധം തുടരുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരെ ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെയും VC മറുപടി പറയുന്നത് വരെ തങ്ങളുടെ ഇഷ്ടമായ സമരം തുടരുമെന്ന് തന്നെയാണ് എസ്എഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴും കവാടത്തിന് മുന്നിൽ ഉപരോധവും തുടരുന്നത്. മനു, ശരി. മാനസ വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് എസ്എഫ്ഐ കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്നത്. വൈസ് ചാൻസലറുടെ വിദ്യാർത്ഥി വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം. നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത വൈസ് ചാൻസലറുടെ നടപടികൾ, മറ്റ് വിദ്യാർത്ഥി ദ്രോഹപരമായ നടപടികൾ, സംഘപരിവാർ അനുകൂല നിലപാടുകൾ, ഇതിനൊക്കെതിരെയാണ് വലിയ പ്രതിഷേധം എസ്എഫ്ഐ ക്യാമ്പസിൽ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നു. വലിയ പ്രതിഷേധം, ചെറുത്തുനിൽപ്പ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതാണ് ഇപ്പോൾ കേരള സർവകലാശാല പാളയം ക്യാമ്പസിൽ നമ്മൾ കണ്ടത്.